സാധാരണക്കാരന്റെ കാര്യത്തിന് പിണറായി വിജയൻ തന്നെയാണ്. ഇതുപോലെ ഒരു ഭരണം വരാതിരിക്കുകയാണ് നല്ലത്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചില വീഴ്ചകളായിട്ട് വന്നായിരുന്നു, അതിപ്പോ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ ഇതിനു മുമ്പ് 2016 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു. അപ്പൊ ജനങ്ങളില് മറ്റേ ബാർക്കോഴ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ജനങ്ങൾ ആ സമയത്ത് പൊറുതിമുട്ടിയിട്ടാണ് കെ എം മാണി ബാർക്കോഴ വിഷയം. ആ സമയത്ത് ഇടതുപക്ഷം LDF ഇടതുപക്ഷത്തായിരുന്നു. അവര് ശരിക്കും ശക്തമായ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി അങ്ങനെ അധികാരത്തിൽ വന്നു. അത് കഴിഞ്ഞിട്ട് 2021 ഇടതുപക്ഷം തന്നെ വന്നു. അപ്പൊ അത് വരാനുള്ള കാരണങ്ങൾ എന്ന് വെച്ചാൽ പ്രളയം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലൊക്കെ ഇടതുപക്ഷം ചെയ്ത കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ട്. അങ്ങനെയാണ് രണ്ടാമത് അധികാരത്തിൽ വന്നത്. അപ്പൊ ഇനിയിപ്പോ പിണറായി വിജയൻ അടുത്ത ഇലക്ഷന് വേറെ ആരെങ്കിലും മുഖ്യമന്ത്രി ആയാൽ തന്നെ ഇതൊക്കെ തന്നെ ഇവിടെ സംഭവിക്കുള്ളൂ. അല്ലാതെ ഇതിലൊന്നും മാറ്റം വരുമെന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഒരു 5 കൊല്ലം മുമ്പ് വരെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ അല്ല ഇപ്പം. അന്ന് പറഞ്ഞ പോലെ ഒരു മാറിയ ഭരണം വരണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ തുടർച്ചയായിട്ട് ഇപ്പം അവര് ഭരിക്കുന്നു. ഇപ്പം കഴിഞ്ഞ വർഷത്തെ ആൾക്കാർ മന്ത്രിമാരെയൊക്കെ എടുക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ആയിക്കോട്ടെ, അതുപോലെ ആരോഗ്യമന്ത്രി, അങ്ങനെ അവരായിക്കോട്ടെ ഏറ്റവും മികച്ചതായിട്ട് തന്നെ അവർ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ഈ വർഷത്തേക്ക് വരുവാണെങ്കിൽ ഇപ്പൊ എന്നെ പോലെയുള്ള സ്റ്റുഡൻസിനാണെങ്കിലും അതുപോലെ ഒരുപാട് സെക്ടേഴ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിലും ആൾക്കാർക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് എന്ന് പറഞ്ഞ് എടുത്തു കാണിക്കാൻ പാകത്തിന് 1-2 പ്രൊജക്ട് ഒഴിച്ച്, ഇല്ലെന്നല്ല, എന്നാൽ 1-2-3 പ്രൊജക്ട് ഒഴിച്ച് പിന്നീട് ആൾക്കാർക്കൊരു ബെനിഫിറ്റ്സ് ഇല്ല. അപ്പോ ഇന്ന ആള് എന്ന് പറയുന്നില്ല, എന്നാ ആൾക്കാർക്ക് പ്രയോജനം ഉണ്ടാകുന്ന, എന്നാ നമ്മൾ വിശ്വസിച്ച് നമ്മൾ ഓരോ വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റം വരാനാണ്. അപ്പം നമ്മള് വിശ്വസിച്ച ഒരു പാർട്ടിയിലോ അല്ലെങ്കിൽ ഇന്ന ഒരാൾക്ക് വോട്ട് ചെയ്ത് അയാൾ അധികാരത്തിൽ എത്തിക്കഴിയുമ്പോൾ പറഞ്ഞ കുറെ വാഗ്ദാനങ്ങൾ ചെയ്തിട്ടായിരിക്കും അവര് ഇലക്ഷൻ പത്രികയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോ ഈ എല്ലാം പറഞ്ഞ വെറും വാക്കുകൾ മാത്രമായി പോകരുത്, അത് പ്രാവർത്തികമാക്കണം. പിന്നെ ആളെന്ന് ഞാൻ പറയുന്നില്ല. ചേട്ടാ, ഈ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരാൻ താല്പര്യമുണ്ടോ? താല്പര്യം ഇല്ലെന്നുള്ളതാണ് നമ്മള് പറയണത്. കാരണം പുള്ളികളെ എല്ലാവരും റോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണ പോലെ ജനങ്ങൾക്ക് തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊള്ളും. അപ്പൊ അതിന്റെ വരാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ഈ പെൻഷനൊക്കെ മുടങ്ങി കിടക്കുവാണ്. അതെ, അപ്പൊ അതുകൊണ്ട് ആളുകൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതെ. അത് ശരിക്കും പറഞ്ഞാൽ പെൻഷൻ ബുദ്ധിമുട്ടിക്കൊണ്ട് കുറെ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. പുള്ളിയിൽ പ്രതീക്ഷകളൊക്കെ കൊടുത്താണ് ഉണ്ടായിരുന്നത്. പക്ഷെ പുള്ളി ആ പ്രതീക്ഷ കൊത്ത് വരാൻ പറ്റിയില്ല. ഇപ്പൊ ഈ രണ്ടാമതും അവര് വീണ്ടും അധികാരത്തിൽ എത്തിയല്ലോ 2 പ്രാവശ്യം. അതെ. അപ്പൊ അത് അഹങ്കാരമായിട്ടുണ്ടോ? രണ്ടാമത് വന്നപ്പോ പുള്ളിക്കൊരു ഇത്തിരി മാറ്റം വന്നു. രണ്ടാമത് കിട്ടിയേക്കണല്ലേ, പിന്നെ ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പൊ അടുത്ത് കിട്ടൂല എന്നുള്ള ഉറപ്പായി പുള്ളിക്ക്. അപ്പൊ എന്തായാലും ആ രീതിയിലാണ് കാണുന്നത്. ചേട്ടന്റെ അഭിപ്രായത്തില് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരണം? അല്ല, 3ാമത് അധികാരത്തിൽ വരണം വന്നെന്നാണ്. അതെ. എന്താ അങ്ങനെ പറയാൻ കാര്യം? കാരണം ഞാൻ കേരളം മുഴുവൻ കറങ്ങിയാണ്. അപ്പോ ഇന്ന് കേരളത്തില് പല സ്ഥലത്തായിട്ട് റോഡിന്റെ ആയിട്ടും ഈ വികസനം അത് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് വേറൊരു ഗവൺമെന്റ് വരായിരിക്കും. ഇതിന്റെ ഗുണം മറ്റൊരു ഗവൺമെന്റ് അനുഭവിക്കാൻ ഇത് കിട്ടരുത്. അത് ശരിക്ക് കേരളത്തിന്റെ വടക്ക് ഭാഗത്തേക്ക് ഒരു നല്ല റോഡ് പോലും ഉണ്ടായിരുന്നില്ല. ആ സ്ഥാനത്ത് ഇന്ന് വടക്ക് ഭാഗം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗക്കാർ താമസിക്കുന്നതാണ്. അതിന്റെ പേരിലാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളും ആരോപണങ്ങളും ഒക്കെ വരുന്നത്. യഥാർത്ഥത്തില് ഈ കോൺഗ്രസ് അധികാരത്തിലിരുന്ന സമയത്ത് ഞാൻ വേറെ ആയിട്ട് പറയുന്നതല്ല, ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ കോട്ടയം, ചെങ്ങന്നൂര്, തിരുവല്ല, ആ ഭാഗത്ത് ഇനി പാല, അങ്ങനെയുള്ള ഭാഗത്ത് റോഡ് അല്ലെങ്കിൽ മറ്റു റോഡിന്റെ ആവശ്യമില്ല. അതേമാതിരി എല്ലാ സ്ഥലങ്ങളും ചെറിയ ചെറിയ ഗല്ലികളടക്കം അവിടെ പൂർത്തിയായി. ഞാൻ കണ്ടേക്കുന്ന ആളാണ്. ആ സമയത്ത് വടക്കോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങൾ ഇതൊന്നും ഇല്ലായിരുന്നു. അന്ന് റോഡും ഇല്ല, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ഒക്കെ. ഇന്നിപ്പോൾ ആ സ്ഥാനത്ത് ഒരുപാട് റോഡുകൾ ഗവൺമെന്റ് തലത്തിലും അല്ലാതെ ഒക്കെ ആയിട്ട് വികസനം ഒരുപാട് വന്നു. അതിൻ്റെതായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇപ്പൊ ഈ ഇത് വന്നേക്കുന്നത്. അല്ലാണ്ട് മറ്റു കാര്യങ്ങളൊന്നുമില്ല. കാര്യങ്ങൾ ചെയ്യുന്ന പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. ഏത് കാര്യങ്ങളും എടുക്കുന്ന വിഷയങ്ങൾ
നല്ല രീതിയിൽ തന്നെയാണ് ചർച്ച ചെയ്തു പോകുന്നത്. കൂട്ടായ ചർച്ചയും ഇത് അതിൽ പ്രതിപക്ഷങ്ങൾ പലതും കാണിക്കും. കാരണം അത് മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം അവർ പറയും. പക്ഷെ ഇന്ന് കേരളത്തിൽ ഇതുപോലെയുള്ള ഒരു മന്ത്രിസഭ കേരളത്തിൽ നല്ല രീതിയിൽ കൊണ്ടുപോകും. അത് കേന്ദ്ര സർക്കാർ അത് തകർത്ത് കളയാൻ വേണ്ടി സാമ്പത്തിക കുടിലുണ്ടാക്കിക്കൊണ്ടിരിക്കും. സാമ്പത്തിക വളരെയധികം മുട്ടിക്കുന്ന തരത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പിണറായി വിജയന് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ടും ആ കൊട്ടിൽ നിന്ന് പെൻഷൻ കൊടുക്കാൻ ഒരു മാസത്തെയാണെങ്കിൽ കൊടുത്തോണ്ടിരിക്കുക. സാധാരണക്കാരൻ്റെ കാര്യത്തിന് പിണറായി വിജയൻ തന്നെയാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ കേരളം നിലകൊള്ളുന്നത്. ഉദാഹരണത്തിന് ഈ റീസെന്റ് ഈ കർണാടകയിൽ നടന്ന അപകടം തന്നെ കണ്ടോ? പോയിട്ട് അവിടുത്തെ ഗവൺമെന്റ് അത് അന്വേഷിച്ചത് തന്നെ കേരള സർക്കാർ ഇടപെട്ടത് കൊണ്ടാണ്. കേരള സർക്കാർ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സമയം കാത്തു സൂക്ഷിക്കാൻ തൽപരരാണ്. പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല, ജനങ്ങളുടെ കാര്യമൊന്നും ശ്രദ്ധിക്കുന്നില്ല. അത് തന്നെ നമ്മുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. ഇനി ആ ഫസ്റ്റ് ഗവൺമെന്റ് തന്നെ വീണ്ടും രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഭരണം അതുപോലത്തെ ഭരണമായിരുന്നു ആദ്യത്തെ ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ്. ഇനി ഇപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഭരണകാലത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെ താഴെത്തട്ടിലേക്കുള്ള ഗവൺമെന്റ് ജനങ്ങൾക്ക് നൽകുന്ന അതൊക്കെ നേരത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചില വീഴ്ചകളൊക്കെ വന്നായിരുന്നു. അതിപ്പോ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുന്നുണ്ടോ? പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് CPM-ന്റെ അണികൾ തന്നെ പാർട്ടിക്ക് എതിരായി വോട്ട് ചെയ്യുമോ എന്നൊരു സംശയമുണ്ട്. കാരണം 5 വർഷം ബംഗാളിൽ ഭരിച്ചിട്ടുള്ള CPM-ന്റെ അവസ്ഥ അറിയാമോ? അതുപോലെ തന്നെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളെ ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ് വരണം എന്ന ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് UDF ഇവിടെ വന്നത്. അത് തന്നെ മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരണം എന്ന് ഉറപ്പില്ല. കാരണം ഒന്നാം പിണറായി സർക്കാരിന് ശേഷം രണ്ടായി പിണറായി സർക്കാർ വന്നു നമുക്കറിയാം. അതുപോലെ രാഷ്ട്രീയപരമായ അന്തരീക്ഷങ്ങളൊക്കെ മാറുമ്പോൾ ഈ BJP സർക്കാർ, അതായത് ഫാസിസ്റ്റ് ഭരണകൂടത്തെ എതിർക്കാൻ ശക്തമായി കഴിവുള്ള ഒരു പ്രസ്ഥാനം കേരളത്തിൽ വേണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ CPM-നെ തെരഞ്ഞെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ മറ്റു ഇതിനു മുമ്പുള്ള ഇടതുപക്ഷ മുഖ്യമന്ത്രിമാരെ മൊത്തം അവഹേളിക്കുന്ന വിധത്തിൽ അത്രയ്ക്കും തരം താണ ഒരു ഇടതുപക്ഷ ചിന്താധിക്കാരനല്ല എന്ന് വിളിച്ചോതാവുന്ന ഭാഗത്തിൽ തറ പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പറയാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. കാരണം ഇന്നത്തെ ഈ 10 വർഷത്തിനിടയിൽ സാധാരണക്കാർക്ക് യാതൊരു രൂപ ഗുണമില്ലാതെ സ്വന്തം കുടുംബങ്ങൾക്കും സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കും മാത്രം മറ്റുള്ള മന്ത്രിമാരെ പോലും തന്റെ ശൽപ്പിടികളിൽ നിർത്തിക്കൊണ്ട് താനാണ് എല്ലാ വകുപ്പിന്റെയും അധിപൻ എന്നുള്ള രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോയി മറ്റുള്ള അടിമകളെ പോലെ മറ്റുള്ള മന്ത്രിമാർക്ക് ജനങ്ങൾക്ക് പോലും വില കൽപ്പിക്കാത്ത വിധത്തിൽ തരം താഴ്ത്തിയ ഏക മുഖ്യമന്ത്രി പിണറായി വിജയനാണ്.